السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, 103ാമത്തെ ജംഇന്റെ ക്ലാസ്സിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അല്ലാഹു തആലയുടെ ദാത്തിനെ കുറിച്ചും സിഫാത്തിനെ കുറിച്ചും ഒക്കെയാണല്ലോ. അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചുള്ള ചർച്ച കഴിഞ്ഞു. ഇനി അല്ലാഹു തആലക്ക് അധികാരമുള്ള ചില കാര്യങ്ങളുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. വലഹു സുബ്ഹാനഹു, അല്ലാഹു തആല കൊണ്ട് ഇസാബത്തുൽ ആസി വ തഅദീബുൽ മുതീഇ വ ഈലാമുദ് ദവാബി വൽ അത്ഫാലി. ഇസാബത്തുൽ ആസി, തെറ്റ് ചെയ്ത ആളുകളെ അല്ലാഹു തആലക്ക് പ്രതിഫലം നൽകാം. വ തഅദീബുൽ മുതീഇ, അല്ലാഹു തആലക്ക് അനുസരിച്ച് ജീവിച്ച ആളുകളെ അല്ലാഹു തആലക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാം. വ ഈലാമുദ് ദവാബി വൽ അത്ഫാലി, കുട്ടികളെയും നാൽക്കാലികളെയും വേദനിപ്പിക്കുകയും ചെയ്യുവാനുള്ള അധികാരം അല്ലാഹു തആലക്കുണ്ട്. ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല. എന്താ ഇങ്ങനെ അല്ലാഹു തആല ചെയ്യുന്നത്? അന്നകും നിശ്ചയമായിട്ടും ഈ പറയപ്പെട്ട എല്ലാ വസ്തുക്കളും മിൽക്കുഹു, അല്ലാഹു തആലന്റെ അധീനതയിലും അധികാരത്തിലും ഉള്ളതായതുകൊണ്ട് തന്നെ അധികാരവും കഴിവൊക്കെ ഉള്ളാക്ക് എന്ത് ചെയ്യാൻ യതസറഫീഹിം, ഈ വസ്തുക്കളിലൊക്കെ കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട്. കൈഫ യശാ, എങ്ങനെയാണോ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അല്ലാഹുവോട് ചോദ്യം നടത്താൻ പാടുണ്ടോ? ഇല്ല. രാജാതിരാജനല്ലേ അല്ലാഹ്. എങ്കിലും ലാക്കിൻ, ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെ പറ്റുമെങ്കിലും ലാക്കിൻ ലാ യഖഉ മിൻഹു ദാലിക, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അല്ലാഹുവിന് സംഭവിക്കൂല. തെറ്റുകാരന് ഫലം കൊടുക്കുക, അനുസരിച്ചവനെ ശിക്ഷിക്കുക, ഒന്നും അറിയാത്ത നാൽക്കാലികളെയും ഫൈദകളെയും വേദനിപ്പിക്കുക എന്നുള്ള സംഭവങ്ങളൊന്നും അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുകയില്ല. എന്താ സംഭവിക്കൂല എന്ന് പറയാൻ കാരണം? അള്ളാഹു തആല തന്നെ വർത്തമാന ലോകത്തോട് പറഞ്ഞിട്ടില്ല ഖുർആനിലൂടെ, ബിഇസാബത്തിൽ മുതീഇ, അനുസരിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകും എന്നതുകൊണ്ടും വതഅദീബിൽ ആസി, തെറ്റുകാരെ ശിക്ഷിക്കും എന്നതുകൊണ്ടും അള്ളാഹു തആല തന്നെ ഈ ലോകത്തോട് പറഞ്ഞിട്ടില്ലേ? കമാ തഖദ്ദമ, ആ വിഷയം പറഞ്ഞല്ലോ. തെറ്റുകാർ അല്ലാഹു തആല ശിക്ഷിക്കും. പുറത്തു കൊടുത്തില്ല എങ്കിൽ അനുസരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല പ്രതിഫലം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യമൊന്നും അല്ലാഹുവിന് വൈരുദ്ധ്യമായി സംഭവിക്കുകയില്ല. ചിന്താമണ്ഡലത്തിലൂടെ ആലോചിച്ചാൽ അധികാരമുള്ള ഒരാൾക്ക് തോന്നിയതുപോലൊക്കെ ചെയ്യാൻ അവകാശമുണ്ട്. ബുദ്ധിപരമായി ചിന്തിച്ചാൽ അത് തെറ്റൊന്നുമില്ല. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അത് തെറ്റായി വരുമല്ലേ? അപ്പൊ തെറ്റായതൊന്നും അള്ളാഹുവിന് സംഭവിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. വലം യരിദ് ഈലാമുദ് ദവാമി വൽ അത്ഫാലി, കുട്ടികളെയും നാൽക്കാലികളെയും വേദനിപ്പിക്കുക എന്നുള്ളത് വാരിതായി വന്നിട്ടില്ല. ഫീ ഗൈരി ഖിസാസിൻ, പ്രതികാര നടപടി അല്ലാത്തതിൽ, പ്രതികാരത്തിൽ വന്നിട്ടുണ്ട്. വൽ അസ്ലു അദ്മുഹു, അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണ് എങ്കിൽ നാൽക്കാലികളെയും കുട്ടികളെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രതികാരം എന്ന നിലയിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അമ്മാബിൽ ഖിസ്വാസി, പ്രതികാര നിലയിലേക്കൂടെ ചിന്തിച്ചാൽ പ്രതികാരം ചെയ്യുന്ന കാര്യത്തിൽ വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരംഭക്കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ പറഞ്ഞെന്നറിയാമല്ലോ? തുദന്നൽ ഹുഖൂഖു ഇലാ ഇലിഹാന لتؤدن الحقوق إلى أهلها يوم القيامة حتى يقاضى للشاة الجلحاء من الشاة القرناء എന്നാണ്. നിശ്ചയമായിട്ടും ബാധ്യതകളൊക്കെ അതിൻ്റെതായ ആളുകളിലേക്ക് തന്നെ വീട്ടപ്പെടുക തന്നെ ചെയ്യും. യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ഒരു അതിക്രമോടെ ഉണ്ടാവുകയില്ല. കിട്ടേണ്ട ആളുകൾക്ക് അതിൻ്റെതായ ഹക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ കൊമ്പുള്ള ആടിൽ നിന്ന് കൊമ്പില്ലാത്തതായിരിക്കുന്ന ആടിന് വേണ്ടി പ്രതികാരം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുവരെ കൊടുക്കുന്ന. അപ്പൊ കൊമ്പുള്ള ആൾ, ഇവിടെ കൊമ്പുള്ള ഒരാട് അല്ലെ കാള പോത്തൊന്താവട്ടെ ഇവിടെ വെച്ചിട്ട് കൊമ്പില്ലാത്തൊരു മൃഗത്തെ കുത്തി തള്ളിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ആഖിറത്തിൽ വെച്ചു കൊടുക്കും എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞത്.
ഈ പറഞ്ഞ ഹദീസ് റവാഹു മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഇതാ പറഞ്ഞിട്ടുണ്ട്, യഖ്തസുൽ ഖൽഖി ബഅദുഹും മിൻ ബഅദ്, ചില ആളുകളിൽ നിന്ന് അഥവാ സൃഷ്ടികൾക്ക് വേണ്ടി കിസാസ് എടുക്കുമെന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുന്നത് ചില ആളുകളിൽ നിന്ന് പ്രതികാരം ചെയ്യും. അപ്പൊ യഖ്തസുൽ ഖൽഖി ബഅദുഹും മിൻ ബഅദ് ഹത്തൽ ജമ്മാ മിനൽ ഖർനാ വതലിൽ ദർറത്തി മിനൽ ദർറ, അങ്ങനെയാവാ. കൊമ്പില്ലാത്ത ആടുകൾക്ക് കൊമ്പുള്ളവരിൽ നിന്നെന്താകും പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും, അതുവരെ കൊടുക്കും, അതുവരെ ചെയ്യും. ഒരണുവിന് വേണ്ടി ഒരണു വരെ അണുവിൽ നിന്നെന്താക്കും പ്രതികാരം ചെയ്യും. അപ്പൊ അവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് തന്നെ തീർക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലയഖ്തസിമന്ന കുല്ലു ശൈഇൻ യൗമൽ ഖിയാമത്തി ഹത്ത ശാതാനി ഫീമൻ തത്വഹതാ, നിശ്ചയമായിട്ടും എന്താവുന്നറിയാം, എല്ലാ വസ്തുക്കളും അന്ത്യദിനത്തിൽ തർക്കുക തന്നെ ചെയ്യും. എന്തിന്? ഇവിടെ നിന്നുള്ളതായിരിക്കുന്ന ഹക്ക് വീട്ടാത്തത് കൊണ്ട് ആ ഹക്ക് കിട്ടാൻ വേണ്ടി അവിടെ തർക്കിക്കും. രണ്ടാടുകൾ തമ്മിൽ കുത്തുകൂടിയ കാര്യത്തിൽ വരെ അവിടൊക്കെ ചോദിക്കും. എന്താ അള്ളാഹുവിന്റെ തീരുമാനം? അപ്പോ ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാത്ത സംഗതിയൊന്നും അള്ളാഹു തആല വേദനിപ്പിക്കുന്ന കാര്യമൊന്നും വന്നിട്ടില്ല. റവാഹുൽ ഇമാം അഹ്മദ്, ഈ രണ്ട് ഹദീസും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. ഖാറൽ മുൻദിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫിൽ അവ്വലി, ആദ്യത്തേതിൽ റുവാത്തു സഹീഹ്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകൾ വളരെ സഹിയായ റിപ്പോർട്ടകന്മാരാണ്. വഫിസാനി, രണ്ടാമത്തെ ഹദീസാണെങ്കിലോ ഇസ്നാദു ഹസനുൻ, ആ ഹദീസ് വളരെയധികം നല്ല ഹസനുമാണെന്നും തള്ളേണ്ടതല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോ ചെറിയതിന് വരെ പ്രതികാരം അവിടുന്ന് വീട്ടുന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞല്ലോ. അപ്പൊ അള്ളാഹനെ പേടിക്കണം, ഒന്നിനെയും അല്ലാഹു തആല അവിടുന്ന് വിടുകയില്ല, എല്ലാം അല്ലാഹു തആല ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ഈ രണ്ട് ഹദീസും മനസ്സിലാക്കിയല്ലോ. വഖളിയത്തു ഹാദിഹിൽ ഹദീസ്, ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താ? ഈ ഹദീസുകളൊക്കെ തേടുന്നത് അല്ലാ യതവഖഫൽ ഖിസാസു യൗമൽ ഖിയാമത്തി അല തക്ലീഫി വത്തമീസി എന്ന് മനസ്സിലായല്ലോ. പ്രതികാരം വീട്ടുക, കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യം അന്ത്യദിനത്തിൽ അവിടെ തക്ലീഫ് ഉണ്ടാവുക, വകതിരിവുണ്ടാവുക എന്നതിന്റെ മേൽ തവഖുഫല്ല. അപ്പോ എന്ന് മനസ്സിലായി. കുട്ടിയിൽ നിന്ന് കുട്ടിക്ക് വേണ്ടി, അല്ലാത്തതിന് വേണ്ടിയും പ്രതികാരം ചെയ്യപ്പെടുമെന്ന് മനസ്സിലായല്ലോ. അതാണല്ലോ ഈ മൂന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം തക്ലീഫും തമീസും ഇല്ലാത്ത ജീവികളല്ലേ ഈ പറഞ്ഞതൊക്കെ. അപ്പൊ അതിന് മനസ്സിലാകുന്നത് അതൊന്നും വേണ്ട പ്രതികാരം അവിടെ ചെയ്യാൻ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയാണ് അല്ലാഹു തആലാന്റെ നീതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ഉസൂലിലുള്ളതാ ഒരു നിയമമാണ്. വയസ്തഹീലു വസ്ഫുഹു സുബ്ഹാനഹു, ഇനി അല്ലാഹു തആലാക്ക് വിശേഷണം നൽകുക എന്നുള്ളത് അസംഭവ്യമാണ്, പാടില്ല. ബിൽദുൽമി, ളുൽമി എന്ന് പറയുന്ന സിഫത്ത് അല്ലാഹു തആലാക്കില്ല, മുസ്തഹീലാണ്. കാരണം അന്നഹു, നിശ്ചയമായിട്ടും റബ്ബുൽ ഇസ്സത്ത് മാലിക്കുൽ ഉമൂരി, എല്ലാ കാര്യത്തിന്റെയും ഉടമ അള്ളാഹുവാണ്. അനിൽ ഇത്ലാഖ്, കഴുതില്ലാതെ മൊത്തത്തിൽ ഒരു നിബന്ധനയുമില്ല, എല്ലാ നിലപാടിലും അധികാരി അള്ളാഹു മാത്രമാണ്. യഫ്അലു മാ യശാ, അല്ലാഹു തആല ഉദ്ദേശിച്ചത് അങ്ങനെ ചെയ്യും. അപ്പൊ ഫലാ ളുൽമ ബിത്തഅദീം വൽ ഈലാമിൽ മദ്കൂറൈനി ലൗ ഫുരിള വഖൂഹുമാ, നമ്മൾ പറഞ്ഞതുപോലെ അല്ലാഹു തആലാക്ക് അനുസരിച്ച ആളെ ശിക്ഷിക്കുക, തെറ്റ് ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകുക, ഈ കുട്ടികളെയും നാൽക്കാലികളെയും അല്ലാഹു തആല വേദനിപ്പിക്കുക, അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് എങ്കിൽ
അത്തരം കാര്യത്തിൽ അല്ലാഹു തആല ദുൽമാണ് ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? ദുൽമ് എന്ന അനീതി എന്നല്ലേ? ഈ അനീതി എന്ന് പറയുന്ന സിഫത്ത് അല്ലാഹു തആലാക്കില്ല എന്ന് മനസ്സിലാക്കുക. യറാഹു സുബ്ഹാനഹു വതആല, പടച്ച റബ്ബിനെ കാണും. ആര് കാണും? അൽ മുഅ്മിനൂന, സത്യവിശ്വാസികളായ ആളുകൾ കാണും. എന്ന് കാണും? ഖബലൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ കാണും. ആ വിഭാഗത്തിൽ നമ്മെയും നമ്മോട് കടപ്പാടുള്ള ബന്ധമുള്ള എല്ലാ ആളുകളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ത്യദിനത്തിൽ അല്ലാഹു തആലയെ കാണും. എപ്പോ കാണും? ഖബല ദുഖൂലിൽ ജന്നത്തി വബഅദ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പും പ്രവേശനത്തിന് ശേഷവും. അപ്പൊ സ്വർഗത്തിലേക്കുള്ള അഡ്മിഷൻ കിട്ടുന്നതിന്റെ മുമ്പും ശേഷവും ഒക്കെ അല്ലാഹു തആലയെ കാണാൻ കഴിയും. അത് വെറുതെ പറയുകയല്ല, ഊഹാപോഹമൊന്നുമല്ല. പിന്നെ എന്താണ്? കമാ സബത, അതൊക്കെ സ്ഥിരമായി സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ. ഫി അഹാദിസ് സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകളുടെ സ്ഥിരപ്പെട്ടതാണ് അക്കാര്യം. അൽ മുവാഫിഖത്തി, ആ ഹദീസുകളൊക്കെ യോജിച്ചു വരുന്നുണ്ട്. എന്തിനോട്? ലിഖൗലിഹി തആല, അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ അല്ലാഹുവിന്റെ വാക്കിനോട്. എന്താണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു? വുജൂഹുൻ യൗമഇദിൻ നാളിറത്തുൻ ലിറബ്ബിഹാ, വുജൂഹുൻ യൗമഇദിൻ നാഇമത്തുൻ എന്നൊക്കെ പറഞ്ഞ ആയത്ത് വേറെയുണ്ട്. ആ അന്ത്യദിനത്തിൽ ചില മുഖങ്ങൾ അല്ലാഹു തആലയിലേക്ക് നോക്കുന്നതാണെന്ന് കാണാം. നല്ല പ്രകാശത്തോടുകൂടി നോക്കുന്നതാണെന്ന് കാണാം. അപവിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിനെ കാണുമെന്ന് തെളിവാണ്. അതിനോട് യോജിച്ചുകൊണ്ട് തന്നെയാണ് ബുഖാരി മുസ്ലിമിലുള്ള ഹദീസും വന്നിട്ടുള്ളത്. ഈ അടിസ്ഥാനത്തിൽ സ്വർഗീയാരാപത്തിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പും ശേഷവും അന്ത്യദിനത്തിൽ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണും. വൽ മുഖസ്സിസത്തി ലിഖൗലിഹി തആല ലാ തുദ്രികുൽ അബ്സാർ, കണ്ണുകൾ അല്ലാഹു തആലനെ കണ്ടെത്തിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന വാക്കിനെയും പ്രത്യേകമാക്കുന്ന രീതിയിലാണ് ഈ ഹദീസുകള്. അപ്പൊ അല്ലാഹു തആല ലാ തുദ്രികുൽ അബ്സാർ എന്ന് പറയുന്ന ആ വാക്കിനെയെ പ്രത്യേകമാക്കി തരുന്ന വുജൂഹുൻ യൗമഇദിൻ നായിമ ലസഇയ റാളിയ എന്ന് പറഞ്ഞ വാറായത്തിൽ വുജൂഹുൻ യൗമഇദിൻ നാളിറത്തുൻ ഇലാ റബ്ബിഹാ നാളിറ എന്ന് പറഞ്ഞ ആയത്തിനോട് യോജിക്കുന്ന ഹദീസുകളൊക്കെ ഉണ്ട്. അതിന് മനസ്സിലാക്കിയിട്ടായി പറയുന്നത് ഐലാ തറാഹു, ആ കണ്ണുകളൊന്നും അല്ലാഹുവിനെ കണ്ടെത്തിക്കാൻ സാധ്യമല്ല, കാണാൻ കഴിയൂല എന്നതിന്റെ അർത്ഥം. കാണുന്നുണ്ട്, പക്ഷെ നമ്മളിവിടെ കണ്ണ് കണ്ടില്ലേ? ഈ കണ്ണുകള് ഈ പറഞ്ഞതൊക്കെ ഇദ്റാക്ക് മുത്ലഖ് റുഇയ, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കാണാൻ കഴിയാത്ത അത്രയും വലിയ ശക്തിയല്ലേ അല്ലാഹ്. മിൻഹ, ആ ഹദീസിൽ പെട്ടതാണ് എന്ത്? ഹദീസ് അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്. എന്ത്? ഇന്നന്നാസ ഖാലു യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങളോട് സ്വഹാബാക്കൾ ചോദിക്കുന്നു, നബിയെ, ഹൽ നറ റബ്ബനാ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഞങ്ങൾ അല്ലാഹുവിനെ, ഞങ്ങളനാഥനെ കാണുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ മറുപടി കൊടുത്തു, നഅം എന്നല്ല നബി തങ്ങൾ കൊടുത്തത്, ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹൽ തളാറൂന ബിൽ ഖമരി ലൈലത്തൽ ബദർ, പരിപൂർണ നിലാവിലുള്ള സമയത്ത് ചന്ദ്രനിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാകുമോ? ഖാലൂ ലാ യാ റസൂലല്ലാഹ്, 14 രാവിന്റെ ഒളി മിന്നിത്തിളങ്ങുന്ന പരിപൂർണ ചന്ദ്രന് ആ പ്രഭയിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും ഒരു അനർത്ഥമില്ല, ഇടങ്ങേറില്ല, ബുദ്ധിമുട്ടില്ല നബിയേ. ഖാല, അപ്പോൾ നബി തങ്ങൾ ചോദിക്കുകയാണ് വീണ്ടും, ഫഹൽ തളാറൂന ഫിശ്ശംസി ലൈസ ദൂനഹാ സഹാബ്, മേഘമില്ലാത്ത തെളിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ, ആ സൂര്യപ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ പ്രയാസപ്പെടുമോ? ഖാലൂ ലാ യാ റസൂലല്ലാഹ്, ഹബീബായ നബിയോട് അപ്പോൾ അവർ കൊടുത്ത പ്രത്യുത്തരം, നബിയെ ഇല്ല, ഞങ്ങൾക്ക് പ്രയാസമില്ല. അപ്പൊ രണ്ടിലും പ്രയാസമില്ല എന്ന് പറയുമ്പോൾ ഖാല, നബി തങ്ങൾ ആ ഉദാഹരണത്തിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ സമ്മതിച്ചു. ആ സമ്മതപ്രകാരം അതാ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വഇന്നകും തറൗനഹു കദാലിക, എങ്കിൽ അല്ലാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാഹ്, അതൊരു കാഴ്ചയാണ്, ഇവിടുന്ന് മനസ്സിലാവുകയില്ല.
ആ ഒരു കാഴ്ചയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ആ മോമിനീങ്ങളായി ജീവിക്കുവാൻ, അള്ളാഹുവിന്റെ ആ ലിഖാവ് ഒന്ന് കാണാൻ ഈ സാധുക്കളായി നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഈ വിഷയത്തിന്റെ ഇടയിലൂടെ ചോദിക്കാമല്ലോ, പ്രാർത്ഥിക്കാം. വഫീഹി, ഈ പറഞ്ഞ ഹദീസ് എന്ന് മനസ്സിലായെന്താ? അന്നദാലിക, അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്ന ഈ സംഭവം ഖബല ദുഖൂലിൽ ജന്നത്തി, സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അന്ത്യദിനത്തിൽ മോമിനികൾ അല്ലാഹുവിനെ കാണും. പിന്നെ ഹബീബാനബി തങ്ങൾ തുലാറൂന എന്നാണ്. തലാറൂന എന്നല്ല വായിച്ച് തെറ്റി. അപ്പൊ ശരിപ്പെടുത്തുക. താഇന് ലൊമ്മെടുത്തിട്ട് തുലാറൂന, മുഷദ്ദദ, ഷദ്ദുള്ള കൊണ്ട് വായിക്കണം. അപ്പൊ തുലാറൂന മിനൽ ലിറാരി, ബുദ്ധിമുട്ട് എന്നർത്ഥം വരുന്ന ലിറ എന്നുള്ളതാണ് തുലാറൂന. മുഖഫബത്തും മിനൽ ലമീരി, ലമീർ തഖ്ഫീഫാക്കുക. ഐ അല്ലററ്, ബുദ്ധിമുട്ടുണ്ടോ എന്നാ ചോദ്യത്തിന്റെ അർത്ഥം. ഐ ഹൽ യഹ്സുറു ലക്കും ഫീ ദാലിക മാ യുശവ്വിഷു അലൈക്കും റുഇയ, കാണലിനെ നിങ്ങളെ മേൽ തശ്വീഷാക്കുന്ന വല്ല കാര്യവും ആ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുമോ? ഹൽ യഹ്സുറു ലക്കും, നിങ്ങൾക്ക് കരഗതമാകുമോ? ഫീ ദാലിക, ആ സൂര്യചന്ദ്രനിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന പ്രഭയിൽ നോക്കുന്ന സമയത്ത് മാ യുശവ്വിഷു അലൈക്കും റുഇയ, നിങ്ങളെ മേൽ റുഇയത്തിനെ തശ്വീഷാക്കുന്ന വല്ലതും അവിടെ ഉണ്ടാകുമോ? ബിഹൈസ് തശുക്കൂന ബിഹ, ആ സൂര്യനെയോ ചന്ദ്രനെയോ നിങ്ങൾ കാണുന്ന അവസരത്തിൽ കണ്ടോ ഇല്ലേ എന്ന് സംശയം. അങ്ങനെ സംശയമാകുന്ന സമയത്ത് അതിനെ കണ്ടോ ഇല്ലേ എന്നതിനെ തശ്വീഷാക്കുന്ന വല്ല കാര്യം നിങ്ങൾക്ക് ഹാസിലാകുമോ? കമാ യഹ്സുറു ബി ഗൈരി ദാലിക, ഇത് അല്ലാത്തതിൽ ഹാസിലായതുപോലെ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുമോ, അങ്ങനെ ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചു പോയത്. അപ്പൊ സംശയമില്ല എന്നല്ല അർത്ഥം. സൂര്യനെയും കാണാൻ കഴിയും, ചന്ദ്രനെയും കാണാൻ കഴിയുമല്ലോ, അതുപോലെ അള്ളാഹിനെയും കാണാൻ കഴിയും. എന്നാൽ സൂര്യചന്ദ്രനിലേക്ക് നോക്കുമ്പോ എങ്ങനെയാണോ കാഴ്ച, ആ കാഴ്ച എന്നല്ല പറഞ്ഞത്. അത് രണ്ടിനെയും കണ്ടപ്പോൾ കണ്ടില്ലേ, നോക്കാൻ കഴിഞ്ഞല്ലോ, അപ്പൊ കാണുന്നുണ്ടല്ലോ, സംശയമില്ല എന്നതുപോലെ അള്ളാഹുവിനെ കാണുക എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ പറയാനുള്ളത് ഹദീസ് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. എവിടെ? ഫി മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു നിവേദനം ചെയ്തതിൽ കാണാം. സുഹൈബ് റളിയല്ലാഹുവിന്റെ ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്നത, സ്വർഗാവകാശികൾ സ്വർഗത്തിൽക്ക് പ്രവേശനം ലഭിച്ച ശേഷം, അങ്ങനെ സ്വർഗപ്രവേശനം ലഭിച്ചാൽ, യഖൂലുല്ലാഹു തബാറക വതആല, അല്ലാഹു തആല പറയും, ഖൈറും ബർക്കത്തുമുള്ള പരിശുദ്ധനായ എല്ലാം കൊണ്ട് മേലെയായ അല്ലാഹു തആല ചോദിക്കും, സ്വർഗാവകാശികൾ, തുരീദൂന ഷൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഇനി ഞാൻ വല്ലതും കൂടുതലായി തരേണ്ടതുണ്ടോ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നു? ഫയഖൂലൂന, അപ്പോൾ സ്വർഗാവകാശികൾ പറയും, അലൻ തുബയ്യിദ് വുജൂഹന, ഞങ്ങളെ മുഖങ്ങളെ നീ പ്രകാശിപ്പിച്ചില്ലേ അല്ലാഹ്? അം തുദ്ഖിലനൽ ജന്നത, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? തുഞ്ചിന മിനന്നാർ, നരകത്തെ തൊട്ട് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തിയില്ലേ അല്ലാഹ്? ഇനി ഞങ്ങൾക്ക് എന്താ ആവശ്യം? ഇനി ഞങ്ങൾക്ക് എന്താണ് സംശയം? ഒന്നുമില്ല. ഈ ഒരു കാര്യം സ്വർഗീയ ലോകത്ത് കടന്നതിന് ശേഷമാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ യുക്ഷഫുൽ ഹിജാബ്, ഒരു മറ, ആ മറ എന്താ നമുക്ക് കാണാൻ പറ്റാത്ത രീതി ഉണ്ടായിരുന്നു, അല്ലാതെ അവിടെ സ്ക്രീൻ ഇട്ടുകയല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്തൊരു മറയുണ്ടായിരുന്നു. ആ മറ അല്ലാഹ് നീക്കി. അങ്ങനെ ആ മറ അതാ വെളിവാക്കപ്പെടുന്നു. യുക്ഷഫുൽ ഹിജാബ്, മറ വെളിവാക്കപ്പെടുന്നു. ഫമാ ഉഅ്തു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം തആൽ, പരിശുദ്ധനായ നമ്മുടെ ഖാലിഖായ എല്ലാ നിലയിലും പോറ്റുന്നവനായ നമ്മുടെ രാജാതിരാജനായ നമ്മുടെ റബ്ബ്, റഹ്മാൻ റഹീമായ റബ്ബ്, ആ റബ്ബിലേക്ക് അതാ നോക്കി. ആ നോട്ടത്തിനേക്കാൾ അവർക്ക് നൽകിയതായ ഒന്നും ഇനി അവർക്ക് ഇഷ്ടമേ ഇല്ല. അവർക്ക് നൽകിയതൊക്കെ മറന്നവർ. അതിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിലേക്ക് നോക്കുക, അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ എല്ലാ തടസ്സങ്ങളും അള്ളാഹു തആല നീക്കുന്നു. റബ്ബുൽ ഇസ്സത്ത് ആ ഒരു രംഗത്തിൽ പങ്കെടുക്കുവാനും ആനന്ദിക്കുവാനും
നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും ഭാര്യ മക്കൾക്കും സ്നേഹിതന്മാർക്കും ശിഷ്യന്മാർക്കും കുരുമഹത്തുക്കൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പൊ ഇവിടെ സ്വർഗത്തിൽ കടന്നതിന് ശേഷം മുമ്പ് പറഞ്ഞത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒഫീ റിവായത്തിൻ ഒരു റിവായത്തിൽ കാണുന്ന തുമ്മത്തലാഹില്ലായത്ത ഹബീബായ നബിതങ്ങൾ ഈ പരിശുദ്ധ വാക്യം മോദിലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നല്ല ഇഹ്സാൻ ചെയ്ത ആളുകൾക്ക് ഹുസ്നയുണ്ട്, നന്മയുണ്ട്, കൂടുതലുണ്ട് എന്ന അർത്ഥം. ഇവിടെ ഹുസ്നയത് ഐഫൽ ഹുസ്ന, ഹുസ്ന എന്ന് പറയും അൽ ജന്നത്ത് സ്വർഗമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വസിയാദത്തുൻ എന്ന് കൊടുത്തു. എന്താ അവിടെ കൂടുതല്? വസിയാദത്തു അന്നദുറിലേക്ക് തആലാന, സ്വർഗത്തിന്റെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയെന്ന് പറയാം. എങ്കിൽ സ്വർഗത്തിനേക്കാൾ ഏറ്റവും വലിയ നിഅമത്തും കൂടുതൽ കിട്ടുന്നത് ഖാലിഖായ റബ്ബിലേക്കുള്ള നോട്ടമാകുന്നു. വയഹ്സുലു, ഈ നോട്ടം കിട്ടും ബിഅൻയൻകശിവൻകിശാവൻ താമ്മൻ മുനസ്സഹൻ അൽ മുഖാബലത്തി വൽ ജിഹത്തി വൽ മകാൻ. അള്ളാഹു ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ വയ്യ, ഇന്ന ഭാഗത്തല്ല അള്ളാഹുത്ത്, ഇന്ന നേർക്കുനേരെ നിൽക്കുന്നു എന്നുള്ളതല്ല. ഇതിനെ തൊട്ടൊക്കെ പരിശുദ്ധമായ നിലയിൽ പരിപൂർണമായ രീതിയിലൊരു വെളിച്ചം അങ്ങോട്ട് മറകൾ മുഴുവൻ നീങ്ങുന്നു. എല്ലാം പരിപൂർണമായി വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടൽ കൊണ്ടാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളതുണ്ടാവുക. അപ്പോ മുഅ്മിനീങ്ങളിലെ കാണുക യഥാർത്ഥ മുഅ്മിനാവേണ്ടതുണ്ട്. അമ്മൽ കുഫാർ, മുഅ്മിന്റെ നേരെ എതിരാളികൾ സത്യനിഷേധികളല്ലേ അവർ, ഫലാ യറൗനഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അവർ അള്ളാഹുവിനെ കാണൂല. അതിന് തെളിവെന്ത്? ഖൗലിഹി തആല, അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. കല്ല, ഒരു മുമ്പുള്ള ഒരു വിഷയം പറഞ്ഞിട്ട് അങ്ങനെയല്ല, നിശ്ചയമായിട്ടും ഈ കുഫാരീങ്ങൾ അൻ റബ്ബിഹിം അവരുടെ നാഥനെ തൊട്ട് യൗമഇദിൻ അന്ത്യദിനത്തിൽ ലമഹ്ജൂബൂന തടയപ്പെട്ടവരാണ്, കാണാൻ ഒരിക്കലും അവർക്ക് കഴിയുകയില്ല. ഇതാണ് ആയത്ത്. ഈ ആയത്തുണ്ടായത് കൊണ്ടാണ് സത്യനിഷേധികൾ കാണൂല എന്ന് പറയുന്നത്. അൽ മുവാഫിഖി ലിഖൗലിഹി തആല, ഈ ആയത്ത് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തുദ്രികുൽ അബ്സാർ എന്ന് പറഞ്ഞ ആ ആയത്തിനോട് യോജിക്കുന്നതാണ് ഈ ആയത്ത്. കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തിക്കുവാനും ഇദ്റാക്ക് ചെയ്യാനും കഴിയയില്ല എന്ന് പറഞ്ഞല്ലോ, അതിനോട് യോജിച്ചു വരുന്നതാണ്. അങ്ങനെയല്ല, ആ സത്യനിഷേധികളായ ആളുകളെ അന്ന് അവർക്ക് അള്ളാഹിനെ കാണാൻ കഴിയില്ല, തടയപ്പെടും എന്ന് പറഞ്ഞ തമ്മിൽ യോജിക്കുന്നതാണ്. മറ്റോടത്ത് പറഞ്ഞപ്പോൾ തഖ്സീസാക്കി പറഞ്ഞതാണ്. ആരുടെ മാറ്റമുണ്ട് ഇവിടെ. ഇനി ഹൽ തജൂസു റുഇയതു ലഹു തആല ഫിദ്ദുനിയ ഫിൽ യഖ്ലതി വഫിൽ മനാമി. ഇനി ചർച്ച ഇങ്ങനെയാണ്. ആഖിറത്തിലെ ചർച്ച കഴിഞ്ഞു. ഇനി ദുനിയാവിൽ വെച്ചുകൊണ്ട് ഉള്ള കാര്യം. വഖ്തുലിഫ, ഭിന്നിക്കപ്പെട്ടിരിക്കുന്നു, ഭിന്നാഭിപ്രായത്തിലായിരിക്കുന്നു. ഹൽ തജൂസു റുഇയതു ലഹു തആല, അല്ലാഹുവിനെ കാണാൻ പറ്റുമോ? ഫിദ്ദുനിയ, ഈ പ്രപഞ്ചത്തിൽ. എങ്ങനെ? ഫിൽ യഖ്ലതി, ഉറക്കില്ലാത്ത സമയത്ത്, ഫിൽ മനാമി, ഉറക്കിലോ ഉറക്കില്ലാത്ത സമയം. ഈ രണ്ട് ഘട്ടങ്ങളിലായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ പറ്റുമോ ഇല്ലയോ തർക്കമുണ്ട്. വക്കീല, ഒരഭിപ്രായം പറയപ്പെട്ടിട്ടുണ്ട്, നാം കാണാൻ പറ്റും. വക്കീല, മറ്റൊരു അഭിപ്രായം പറയുന്നില്ല, പറ്റൂല. ഇങ്ങനെ അമ്മൽ ജവാസ് ഫിൽ യഖ്ലതി, കാണാൻ പറ്റുമെന്ന അഭിപ്രായമുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ഉണർവിൽ അള്ളാഹുവിനെ കാണാൻ പറ്റുക എന്നുള്ളത് എന്താ തെളിവ്? അന്ന മൂസ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മൂസ കലീമുല്ലാഹി അലൈഹിസ്സലാം, ത്വലബഹ, റുഇയത്തിനെ ചോദിച്ചു അള്ളാഹുവിനോട്, തൂരിസിന പർവ്വത തായ്വരയിലേക്ക് തൗറാത്ത് വാങ്ങാൻ പോയ സമയത്ത്. ഹൈസു ഖാല റബ്ബി അരിനീ അൻളുർ ഇലൈക, നീ എനിക്ക് നിന്നെ നീ കാണിച്ചു കൊണ്ട റബ്ബേ, ഞാൻ നിന്നെ കൊള്ളെ നോക്കണം, എനിക്കൊന്ന് കാണണം, കാണിച്ചു കൊണ്ടനാഥായെന്ന്. മൂസ നബി അലൈഹിസ്സലാം ലാ യജ്ഹലു മാ യജൂസു, ജായിസാവുന്ന ഒരു കാര്യത്തെ മൂസ നബിക്ക് വിവരമുണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. വയംതനിഉ അലാ റബ്ബിഹി തആല, അല്ലാഹു തആലാന്റെ മേൽ മുംതനിയായ കാര്യവും ജായിസ കാര്യവും ഏതാണെന്ന് മൂസ നബി അലൈഹി ഇസ്ലാമിന് അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അറിയാത്ത രീതിയിലാണ് ഇത് ചോദിച്ചു എന്ന് പറയാൻ പാടില്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വൽമൻ, അപ്പൊ കാണാൻ പറ്റുന്നില്ലെങ്കിൽ തെളിവാണ് പറഞ്ഞത്.
വൽ മൻഉ എന്താ ലി അന്ന പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. അതിന് തെളിവെന്താ? ലി അന്ന ഖൗമഹു നിശ്ചയമായിട്ടും മൂസ നബി അലൈഹി സ്വലാമിന്റെ ഖൗമ് ത്വലബൂഹ റബ്ബിനെ കാണാൻ വേണ്ടി അവർ ചോദിച്ചു. അപ്പോൾ അവർ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, ഫഖാലൂ അരിനല്ലാഹ ജഹ്റതൻ, അവർ മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവിനെ പരസ്യമായി കാണിച്ചുകൊണ്ടാ എന്ന്. ഇത് പറയേണ്ട താമസം കാണിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. ഫഅഖദ്തുഹും സ്വായിഖത്തു ബിളുൽമിഹിം, അവരുടെ അതിക്രമം കാരണം പെട്ടെന്ന് ഒരട്ടഹാസം വന്നവർ പിടികൂടി. ഇവിടെ അള്ളാഹു തആല ശിക്ഷിച്ചു. അപ്പൊ ഇതുകൊണ്ട് മനസ്സിലായത് അള്ളാഹുവിനെ കാണാൻ കഴിയൂല. അപ്പോ 2 കീലക്കും തെളിവായി. എങ്കിൽ ഈ പറഞ്ഞതിനെ എതിർക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? അവരെ അള്ളാഹു തആല ശിക്ഷിച്ചു എന്നുള്ള കാര്യം ശരിയാ. ബി അന്ന ഇഖാബഹും അവർക്കുള്ള ശിക്ഷ ലിഇനാദിഹിം അവർ മത്സരിച്ചു. അള്ളാഹുവിനെ കാണുക എന്ന തേട്ടത്തിൽ യഥാർത്ഥത്തിൽ അവർ ചോദിച്ചതല്ല. അവർ മത്സരിക്കുകയും അവർ എതിർക്കുകയും ചെയ്തു. വേണ്ടാത്ത പണികളെടുത്തു. അതുകൊണ്ടാണ് അവർ ശിക്ഷിച്ചത്. ലാലിംതിനായിഹ, അള്ളാഹു തആലനെ കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ അമ്മൽ മൻഉബിൽ മനാമി, ഇനി ഉറക്കില്ല അള്ളാഹുവിനെ കാണാൻ പറ്റൂല എന്നല്ലേ? അതിനുള്ള തെളിവെന്താ? വലി അന്നൽ മർഇയ ഫീഹി, നിശ്ചയമായിട്ടും സ്വപ്നത്തിലൂടെ ഉറക്കിലൂടെ കാണപ്പെടുന്നത് ഖയാലും, അത് തോന്നലുകളും മിസ്താനും ഒരു ഉദാഹരണങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. യഥാർത്ഥത്തിൽ അതില്ല. വദാലിക അൽ ഖദീം മുഹാലുൻ, അത് ഖദീമായ അള്ളാഹുവിന്റെ മേലിൽ മുഹാലല്ലേ? അള്ളാഹ് ഖദീമല്ലേ? ഖദീമായ അള്ളാഹു തആല സ്വപ്നത്തിൽ കണ്ട തോന്നലുകളും മിസാലും അല്ലേ കിട്ടുക? അപ്പൊ അള്ളാഹു തആലയെ കുറിച്ച് ഇന്ന രീതിയിൽ തോന്നാനും ഇന്ന ഉദാഹരണത്തിലാന്ന് പറയേണ്ടി വരില്ലേ? നഊദു ബില്ലാഹ്, അത് പറ്റുകയില്ല എന്നാണ് മൻഉ ചെയ്ത ആളുകൾക്കുള്ള തെളിവ്. വൽ മുജീസു, കാണാൻ പറ്റും. അവര് പറയുന്ന കാല പറ്റുമെന്ന് പറയുന്നവര് മനാമി, ഉറക്കിൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അസംഭവ്യമല്ല, കാണാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ വസഖത്തൽ മുസന്നിഫു അനിൽ വുഖൂഇ, അങ്ങനെ ഉറക്കിൽ അള്ളാഹുവിനെ കണ്ടോ, അങ്ങനെ സംഭവിച്ചോ എന്നതിനെ തൊട്ട് മുസന്നിഫ് ഒന്നും പറഞ്ഞില്ല, മിണ്ടിയാതിരുന്നു, മൗനിയായി. വയദുല്ലു അലാ അദ്മി ബിൽ യഖ്ളത്തി, ഉണർവിൽ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അല്ല ഉണർവിൽ അള്ളാഹുവിനെ കണ്ടു എന്ന സംഭവം സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതിന്റെ മേൽ അറിയിക്കുന്നു. എന്ത്? വഹുവ അദമ് ഖൗൽ ജംഹൂരി, ബഹുഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം അങ്ങനെയാണെന്ത്? യഖ്ളത്തിൽ ഉണർവിൽ കാണാൻ പറ്റുമെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ബഹുഭൂരിഭാഗത്തിന്റെയും ഖൗല്. അതിന്റെ മേൽ അറിയിക്കുന്നു ഖൗലുഹു തആല, കാണാൻ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. ലാ തുദ്രികുൽ അബ്സ്വാർ, കണ്ണുകൾ അള്ളാഹുവിനെ കണ്ടെത്തിക്കൂല. അപ്പൊ സംഭവിച്ചിട്ടില്ല എന്ന് ഈ ആയത്തോണ്ട് മനസ്സിലാക്കാം, അല്ലാതെ കാണൂല എന്നതിനർത്ഥമില്ല. വ ഖൗലുഹു ലി മൂസ, അതുപോലെ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞല്ലോ, ലൻ തറാനി, നിങ്ങൾക്കൊരിക്കലും എന്നെ കാണാൻ കഴിയൂല മൂസ. അപ്പൊ അതിന്ന് മനസ്സിലായത് കാണാൻ പറ്റുമെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നല്ലേ. വ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളെ വാക്കും അങ്ങനെ തന്നെ അറിയിക്കുന്നത് എന്ത്? ലൻ യറ അഹദും മിൻകും റബ്ബഹു വത്താ യമൂത, അവൻ മരിക്കുന്നത് വരെ അവന്റെ റബ്ബിനെ നിങ്ങൾ ഒരാളും ഒരിക്കലും കാണൂല. അപ്പൊ ഇതിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത് യഖ്ളത്തിൽ കാണാൻ പറ്റും എന്ന് സമ്മതിച്ചാലും അങ്ങനെ കണ്ടതായി സംഭവിച്ചിട്ടില്ല എന്നതിന്റെ മേൽ തെളിയിക്കുന്ന തെളിവുകളാണ് ഇതൊക്കെ. റവാഹു മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്താണ് ഈ ഹദീസ്. എവിടെ? കിതാബിൽ ഫിതനി ഫീ സിഫത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ സവിശേഷതകൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ കിതാബുൽ ഫിതൻ, ഫിതനകൾ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിലൂടെയാണ്
ഈ ഹദീസ് ചർച്ച ചെയ്തു പോയിട്ടുള്ളത്. നഅം എങ്കിലും ഇനിയുമുണ്ട്. ഇഖ്തലഫത്തി സ്വഹാബത്തു സ്വഹാബാക്കൾ ഭിന്നാഭിപ്രായത്തിലായിരിക്കുന്നു. ഫീ വുഖൂഇഹ ഇങ്ങനെ റുയ്യത്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങൾക്ക് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായക്കാരാണ് നബിയുടെ ശിഷ്യന്മാർ എന്ന് ലൈലത്തുൽ മിഅ്റാജിന്റെ രാവിൽ. ആയിക്കോട്ടെ, നമുക്കെന്താണ് അവിടെ ബലപ്പെട്ട അഭിപ്രായം പറയാനുള്ളത്? നമ്മുടെ നബി എല്ലാം കൊണ്ട് പരിപൂർണരാണ്. അപ്പൊ ആ ഒരു വിഷയത്തിൽ നബി തങ്ങൾക്ക് അപൂർണതയില്ല, പൂർണതയുള്ളൂ. വസ്സഹീഹു നഅം, ബലപ്പെട്ട അഭിപ്രായത്തിൽ നബി തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്, അത് സംഭവിച്ചതുമാണ്. വഇലൈഹി, ആ സഹിയായ അഭിപ്രായത്തിലേക്കല്ലേ ഇസ്തനദൽ ഖായിലു ബിൽ വുഖൂഇ ഫിൽ ജുംല, മൊത്തത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നതുകൊണ്ട് പറയുന്ന ആൾ അതിലേക്കാണ് ഇസ്തിനാദ് ചെയ്തിട്ടുള്ളത്, ചേർത്തിട്ടുള്ളത്. ലാക്കിൻ എങ്കിലും റവാ മുസ്ലിം റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു അൻ അബീ ദർ റളിയല്ലാഹു തആല അൻഹു എന്നിവരെ തൊട്ട് സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളോട് ഞാൻ ചോദിച്ചു, ഹൽ റഅയ്ത റബ്ബക, നബി അങ്ങയുടെ നാഥനെ കണ്ടിട്ടുണ്ടോ? ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, റഅയ്തു നൂറൻ, ഞാൻ പ്രഭ കണ്ടു എന്ന മറുപടി കൊടുത്തത്. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നു, ഞാൻ കണ്ട നൂറൻ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. നൂറൻ എന്നുള്ളടത്ത് നൂറുൻ എന്ന് പറയാം. അന്നി, നിശ്ചയമായിട്ടും ഞാൻ, അറാഹോ, അള്ളാഹുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നി എന്നുള്ളടത്ത് ബിത്തശ്ദീദ് അന്നീന്ന് വായിക്കണം. അനീൻ അന്നാന്നല്ല, അന്നീ. വലമീറു അറാഹു, അറാഹു എന്ന നമീർ മടങ്ങുന്നത് ലില്ലാഹി, അള്ളാഹുവിലേക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഐ ഹജബനിൻ നൂറുൽ മുഅശ്ശിരിൽ ബസരി അൻ റുയതിഹി, അള്ളാഹുവിനെ കാണലിനെ തൊട്ട് കാഴ്ചയാകെ മൂടി പൊതിയുന്ന വിധത്തിലുള്ള ഒരു പ്രഭ എന്നങ്ങ് തടഞ്ഞു. വഖദ് ദുകിറ വുഖൂഉഹാ ഫിൽ മനാമി, ഇങ്ങനെയൊക്കെയാണ് സംഭവം റിപ്പോർട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു ഇനി അള്ളാഹുവിനെ കാണുക എന്ന് സംഭവിച്ച കാര്യം ഫിൽ മനാമി, ഉറക്കിൽ കണ്ടു എന്നൊരു സംഭവത്തെ പറയപ്പെട്ടിട്ടുണ്ട്. ആർക്ക്? കസീരി മിനസ് സലഫി, പൂർവികന്മാരായ അധിക ആളുകൾക്കും ഉറക്കിലൂടെ അള്ളാഹുവിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മിൻഹും, ആ സലഫിൽപ്പെട്ട ആളാണ് അൽ ഇമാം അഹ്മദ്, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഉറക്കിൽ അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചതുമാണ്. വഅലാ ദാലിക, ഇതനുസരിച്ച് അൽ മുഅബ്ബിറൂന ലിർറുഇയ, അപ്പൊ ഇബാറത്തിടുന്നവർ ലിർറുഇയ എന്ന് ഇബാറത്തിടുന്നവർ ഇതിന്റെ അനുസരിച്ചാണ് ഇടുന്നത്. വബാല ഇബ്നു സ്വലാഹ് വളരെ കടന്നു പറഞ്ഞിട്ടുണ്ട്. ഫി ഇൻകാരിഹി, സ്വപ്നത്തിൽ അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്നുള്ളത് ഇല്ലെന്നെ, കഴിയൂലത്, അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ കടന്നു പറഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ. എന്തുകൊണ്ട്? ലിമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി. മുമ്പ് പറഞ്ഞതായിരിക്കുന്ന കാര്യം എന്താണ്? നഫിയൽ മൻ, അപ്പോ കാണാൻ കഴിയൂല തന്നെയാണ് ഓല് പറയുന്നത്. ഫിൽ മൻഇന്റെ കാര്യത്തിൽ കാണാൻ കഴിയൂല എന്ന കാര്യത്തിൽ മുമ്പ് പറഞ്ഞ വിഷയം ഓർത്താൽ മതി. അതുകൊണ്ട് തന്നെ മൂപ്പരിങ്ങനെ കടന്നു തീർത്തത് എന്ന് പറയാം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ. ഉറക്ക്, സ്വപ്നം, പറ്റൂല എന്നൊക്കെയുള്ള ചർച്ചയാണ് ഇന്ന് നമ്മൾ നടത്തിയത്. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ നിർത്തിവെക്കട്ടെ. ബാക്കി അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് തുടരാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകി സലാമത്താക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.